ഹലോ എവരിവൺ. പല്ലുകളൊക്കെ തിരിഞ്ഞും വളഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. എന്നാൽ കമ്പിടാൻ തീരെ ഇൻട്രസ്റ്റഡ് അല്ല. എന്നാൽ ആരും കാണാതെ തന്നെ പല്ല് ശരിയാക്കിയെടുക്കണം എന്നൊക്കെയുള്ള ചിന്താഗതിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ക്ലിയർ അലൈനേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ചികിത്സാ രീതി. എന്താണ് ക്ലിയർ അലൈനേഴ്സ്? എത്ര ചെലവ് വരും? എന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യമായിട്ട് എന്താണ് ക്ലിയർ അലൈനേഴ്സ്? ഒരു പുതിയ ചികിത്സാ രീതിയാണ് ഈ അലൈനർ ചികിത്സാ രീതി. വളരെ സിമ്പിൾ ആണ്. മുകളിലെയും താഴത്തെയും പല്ലിനെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലാസ്റ്റിക് ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഈ അലൈനർ നിർമ്മിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പല്ലിന്റെ പ്രശ്നം ഡോക്ടർ ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ അലൈനർ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നുണ്ട് എന്നാണെങ്കിൽ ഒരു സ്കാനിങ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ മൊത്തം വായയും പരിശോധിച്ച് ഓരോ പല്ലിന്റെയും അലൈൻമെന്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഈ അലൈനർ നിങ്ങൾക്ക് തന്നുവിടുക. ഒരു അലൈനർ ബോക്സ് ആയിട്ടാണ് തന്നുവിടുക. അതിൽ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള അലൈനറാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടി വരിക. അത് നിങ്ങളുടെ കയ്യിൽ തന്നു വിടുകയാണ് ചെയ്യുക. അപ്പോൾ ഈ അലൈനർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള വൺ ഓഫ് ദ ബിഗ് മെറിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് ഓരോ മാസവും ഡെന്റിസ്റ്റിനെ പോയിട്ട് കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മൊത്തം അലൈനർ ട്രീറ്റ്മെന്റ് ജേർണിയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് 3 4 പ്രാവശ്യം മാത്രമേ ഡെന്റിസ്റ്റിനെ കാണേണ്ട ആവശ്യകത ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ഫസ്റ്റത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്ന്, നിങ്ങൾക്ക് പല്ലുകൾ ക്ലീൻ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഇപ്പൊ കമ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കമ്പിയുടെ ഇടയിലൊക്കെ ഭക്ഷണ സാധനങ്ങൾ കുടുങ്ങി നിങ്ങൾക്ക് വൃത്തിയാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? കാരീസ് ഒക്കെ വരാനുള്ള, അതായത് ക്യാവിറ്റീസ് ഒക്കെ ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണല്ലേ. ഇപ്പൊ ഈ ക്ലിയർ അലൈനേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ക്യാവിറ്റീസ് ഒക്കെ ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. രണ്ടാമത്, നിങ്ങൾക്ക് ഡെന്റൽ വിസിറ്റ് കുറഞ്ഞു കിട്ടും. ഫ്രീക്വൻസി ഓഫ് ഡെന്റൽ വിസിറ്റ്, ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഡെന്റിസ്റ്റിനെ കാണേണ്ട ആവശ്യകത കുറഞ്ഞു കിട്ടും. ഇനി മൂന്നാമതായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഊരാനും ധരിക്കാനും എല്ലാം സാധിക്കുന്നതാണ് ഈ ക്ലിയർ അലൈനർ. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ അലൈനർ ചികിത്സാ രീതി എല്ലാവർക്കും പറ്റുമോ എന്നുള്ളതാണ്. എല്ലാവർക്കും ഈ ചികിത്സാ രീതി സൂട്ട് ആവില്ല. ചിലരുടെ എല്ലിന്റെ ഒക്കെ ഗ്രോത്ത് കാരണമായിരിക്കും പല്ല് നിലതെറ്റി വന്നിട്ടുണ്ടാവുക. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ അലൈനർ കൊണ്ട് ശരിയാക്കാൻ പറ്റില്ല. എന്നാലും ഒരു 90% ആളുകളുടെ ഡെന്റൽ പ്രോബ്ലംസിനും അലൈനേഴ്സ് ഇന്ന് മോസ്റ്റ് മോഡേൺ ആയിട്ട് പലതരം അലൈനേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ 90% ആളുകളുടെ പ്രശ്നങ്ങൾക്കും ഈ അലൈനർ ചികിത്സാ രീതി വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, കമ്പി ഇടാതെ നേരെയാക്കുകയാണ്, അതുകൊണ്ട് വേദന ഉണ്ടാവില്ല എന്നൊരു ചിന്താഗതിയോടെ നിങ്ങൾ അലൈനർ ട്രീറ്റ്മെന്റിന് പോകരുത്. അലൈനർ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിലും അലൈനർ ഇടുന്ന ആദ്യത്തെ 2-3 ദിവസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേദന ഉണ്ടാവുന്നതാണ്. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞാൽ അടുത്ത അലൈനർ ഇടേണ്ടി വരും. ആ സമയത്തും അതിന്റെയും ആദ്യത്തെ 2 ദിവസം നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, അലൈനർ ഇട്ട് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല, അല്ലെങ്കിൽ തീരെ ആർക്കും മനസ്സിലാവില്ല എന്നൊരു ചിന്തയോടും നിങ്ങൾ നിൽക്കരുത്. അലൈനർ ഇട്ട് കഴിഞ്ഞാലും നിങ്ങളുടെ ക്ലോസ് ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് അലൈനർ കാണാൻ സാധിക്കുന്നതാണ്. മറ്റൊരു കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, കമ്പി ഇടുന്ന സമയത്ത് പല്ലിന്റെ മുകളിൽ മുത്തു പോലെയുള്ള അറ്റാച്ച്മെന്റ്സ് പിടിപ്പിക്കാറുണ്ട്. നിങ്ങൾ കരുതും അലൈനേഴ്സ് ഉപയോഗിക്കുമ്പോൾ പല്ലിന്റെ മുകളിൽ യാതൊരു അറ്റാച്ച്മെന്റ്സും ഉണ്ടാവില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല. പല്ലിന്റെ മുകളിൽ ചെറിയ രീതിയിലുള്ള അറ്റാച്ച്മെന്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് പല്ലിന്റെ അതേ കളറിലാണ് ഉപയോഗിക്കുന്നത് എന്നതുകൊണ്ട് അധികം വിസിബിൾ ആയിരിക്കില്ല എന്നാണ് ഉള്ളത്. ഈ ക്ലിയർ അലൈനേഴ്സ് വെച്ചിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം റീറ്റെയിനർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം നിങ്ങൾ പല്ലിൽ ഇടേണ്ടതാണ്. റിട്ടൈനർ ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പല്ല് പഴയ രീതിയിൽ തന്നെ തിരിച്ചു വരുന്നതാണ്. അതുകൊണ്ട് അലൈനർ ഇട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ കമ്പി ഇട്ടതിന് ശേഷമോ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു 6 months to 1 year വരെ റീറ്റൈനർ നിർബന്ധമായിട്ടും ഉപയോഗിക്കേണ്ടതാണ്. എത്രയാണ് അലൈനേഴ്സിന്റെ റേറ്റ് എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. പല ബ്രാൻഡിനും പല റേറ്റ് ആണുള്ളത്. അപ്പൊ ഇൻവിസിലൈൻ പോലെയുള്ള ബ്രാൻഡുകളുണ്ട്, അതുപോലെ പ്രിസ്റ്റീൻ പോലെയുള്ള, അങ്ങനെ പല ടൈപ്പ് ബ്രാൻഡുകളുണ്ട്. ആ ബ്രാൻഡിന് ഓരോ ബ്രാൻഡിനും ഓരോ റേറ്റ് ആണുള്ളത്. എന്നാൽ ഒരു മിനിമം ഒരു 50,000 എങ്കിലും ഈ അലൈനർ ട്രീറ്റ്മെന്റിന് ചെലവാകുന്നതാണ്. അപ്പൊ അലൈനേഴ്സിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. ആൻഡ് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.